ഹായ്, ഇന്നത്തെ വർക്ക് വരുന്നത് മലപ്പുറം കുറുവയിലാണ്. മുർഷിദ ഒരു 15 മിനിറ്റിന്റെ ചാറ്റേ ഉണ്ടായിട്ടുള്ളൂ. അതിന്റെ ഉള്ളിൽ തന്നെ ആളെല്ലാം സെറ്റ് ചെയ്ത് അഡ്വാൻസ് വേണ്ടെന്ന് വെച്ചാൽ അഡ്വാൻസ് വരെ പേ ചെയ്ത ആളാണ്. അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്ത ആദ്യത്തെ വർക്കും കൂടിയാണിത്. 3 ബസ് മാറി കയറിയിട്ട് വേണമെങ്കിൽ ലൊക്കേഷനിൽ എത്താൻ. ബ്രൈഡ് കറക്റ്റ് ആയിട്ട് ബസ് റൂട്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ഒരേ പേരുള്ള സ്റ്റോപ്പുകൾ അടുത്തുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ 1 കിലോമീറ്റർ മുന്നുള്ള സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോയി. അങ്ങനെ വീണ്ടും ആ സ്റ്റോപ്പിലേക്ക് വേറൊരു ബസ് കയറിയിട്ട് മെയിൻ ലൊക്കേഷൻ എത്താൻ വേണ്ടി വീണ്ടും ഒരു ബസ് കയറിയിട്ടാണ് കേട്ടോ അവിടെ എത്തിയത്. എന്നാലും കറക്റ്റ് ടൈമിന് തന്നെ എത്താൻ പറ്റിട്ടോ. പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബ്രൈഡ് വഴിയിലേക്ക് വന്നു. സെമി ബ്രൈഡൽ ഡിസൈനാണ് മുർഷിദ ചൂസ് ആക്കിയത്. എത്തിയപാട് ചായ കേൾക്കട്ടെ എന്ന് ഉമ്മ പറഞ്ഞിരുന്നു. ബട്ട് ഞാനൊരു ചായ പേഴ്സൺ അല്ലാത്തതുകൊണ്ട് അത് ക്യാൻസലാക്കി. എന്റെ ഫസ്റ്റത്തെ 3 ബ്രൈഡ്സിനും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പാം ലെങ്ത്തിൽ നെഗറ്റീവ് ഫില്ലിംഗ് ഉള്ള ഡിസൈൻസ് ആണ് ചൂസ് ആക്കിയത്. അതിലുള്ള എലമെന്റ്സ് ഡിഫറന്റ് ആണെങ്കിലും ബാക്കി നെഗറ്റീവ് ഫില്ലിംഗ് സെയിം ആണ്. ആദ്യം ഇടുന്ന വീഡിയോ ബ്രൈഡിനെ കൊണ്ട് എടുപ്പിച്ചെങ്കിലും ബ്രൈഡിന് കൈ വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ വന്നൊരു കസിനോട് പറഞ്ഞു. കസിൻ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിന്ന് എടുത്ത് നോക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളെ നേരെ തന്നെ കയ്യിലേക്ക് വരുന്നത്. അതുകൊണ്ട് പിന്നെ ആ ദൗത്യം ക്യാൻസൽ ചെയ്ത്. നല്ല മഴക്കാറും മഴക്കുള്ള ദിവസമായതുകൊണ്ട് തന്നെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടാണ് മേലാഞ്ചി ഇട്ടത്. എന്നാലും വെളിച്ചം കുറവന്നായിരുന്നു. ഇന്നത്തെ ബ്രൈഡും അറബിക് ലെറ്റേഴ്സ് ചൂസ് ചെയ്തിരുന്നു കേട്ടോ മേലാഞ്ചിയിൽ. അങ്ങനെ 2 കൈയും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നല്ല അടിപൊളി ചോറൊക്കെ തിന്നതിന് ശേഷമാണ് ബാക്ക് ഹാൻഡ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ നോൺ വെജ് തിന്നെങ്കിലും ഒരു വെജിറ്റേറിയൻ ലവറും കൂടിയാണ്. മുർഷിദ ബാക്ക് ഹാൻഡിൽ ഇൻട്രിക്കേറ്റ് ഡിസൈൻ ആണ് കേട്ടോ ചൂസ് ആക്കിയത്. സംസാരിച്ചിരിക്കുന്ന ഇടയിലാണ് ആളൊരു പ്രൊഫസറാണെന്ന് പറഞ്ഞത്. അതുവരെ ഞാനൊരു സ്റ്റുഡന്റ് ആണ് കോളേജ് പഠിക്കുന്നതെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ മേലാഞ്ചി കെട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി ടൈം ഉണ്ട് ബസ് വരാൻ. അതുകൊണ്ട് അവിടെ കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് ആയിസൊക്കെ കുടിച്ചതിന് ശേഷമാണ് അവിടുന്ന് പോകുന്നത്. വരുമ്പോൾ മുർഷിദ ഇതേപോലെ ഒരു എളുപ്പവഴിയിലൂടെ കൊണ്ടുവന്നത്. തിരിച്ചു പോകുമ്പോൾ അവരുടെ കസിനാണ് കേട്ടോ കൊണ്ടാക്കിയത്. ഇതുപോലുള്ള ബ്രൈഡൽ ആൻഡ് പാർട്ടി ആനിക്ക് വേണ്ടി നോക്കുന്നവരാണെങ്കിൽ വേഗം വന്ന് DM ചെയ്തോളി.